നമസ്കാരം. ന്യൂ ഏജ് ഐക്കൻ്റെ പുതിയ സീസൺ DBFS ട്രെൻഡ് സെറ്റേഴ്സ് 2024 സൂപ്പർ 50 പ്രഖ്യാപന വേളയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 10 ദിവസം മുമ്പ് നമ്മൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ വോട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ നാമനിർദ്ദേശത്തിലൂടെ തിരഞ്ഞെടുത്ത 100 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചിരുന്നു, സ്റ്റാർ 100 എന്ന പട്ടിക. അതിനുശേഷം കഴിഞ്ഞ 10 ദിവസങ്ങളിലായി നമ്മുടെ പ്രേക്ഷകർ അവരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥിക്ക് വേണ്ടി വോട്ടുകൾ രേഖപ്പെടുത്തി. അതിനെ തുടർന്ന് ഏറ്റവും അധികം വോട്ട് ലഭിച്ച 50 പേരുടെ പട്ടികയുമായി ഇന്ന് ഞങ്ങൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു. സൂപ്പർ 50 എന്ന ഈ പ്രഖ്യാപന വേളയിൽ നമ്മളോടൊപ്പം 2 പേർ കൂടി ചേരുന്നുണ്ട്. മുൻ തവണത്തെ പോലെ തന്നെ നമ്മളുടെ ന്യൂ ഏജിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സെബിൻ പൗലോസ്, അതോടൊപ്പം ടെക്നോക്രാറ്റും ബിസിനസ് രംഗത്തെ വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വവുമായ ശ്രീ റാം മോഹൻ നായർ. 2 പേർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണത്തതിൽ നിന്ന് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ സൂപ്പർ 50 തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച 50 പേരെ ഇന്ന് കാണുകയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു വോട്ടിംഗ്, അതായത് 100-ൽ നിന്ന് 50-ലേക്ക് എത്തിയത് എങ്ങനെയെന്നൊന്ന് ചുരുക്കത്തിൽ വിശദീകരിച്ചാൽ നന്നാവും തോന്നുന്നു, അല്ലേ? നമുക്ക് ഒരു കാര്യം അതിൽ തുടങ്ങാം. പറയാം ആദ്യം. അതെ, ഇത് ശരിക്കും സ്റ്റാർ ഘട്ടത്തിൽ നമുക്ക് തൊട്ട് മുൻ സീസണിനേക്കാൾ കൂടുതൽ, ഏതാണ്ട് ഒരു 20% കൂടുതൽ വോട്ടിംഗ്, സൈറ്റ് വിസിറ്റ്സ്, യൂണീക്ക് വിസിറ്റേഴ്സ്, ഇതിനെല്ലാം ഏകദേശം ഒരു 18-20% ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് തൊട്ട് മുൻ സീസണുകളൊക്കെ. 18-20%. അതിൽ ഈ മൊത്തത്തിൽ ഈ ഒരു 10 ദിവസത്തിനിടയിൽ പോൾ ചെയ്യപ്പെട്ട ടോട്ടൽ വോട്ടുകളുടെ എണ്ണം 1,07,321. 1,07,321 വോട്ട്സ്. യൂണീക്ക് വോട്ടുകളാണ്. യൂണീക്ക് വോട്ടുകൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇതിൽ ഒരു വോട്ട് മാത്രമേ ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് ശ്രമിച്ചാൽ അത് അവർക്ക് തന്നെ വ്യക്തമാണ്, നടക്കത്തില്ല. അങ്ങനെയുള്ള അത്രയും വോട്ടുകളാണ് മൊത്തത്തിൽ വന്നത്. നമ്മൾ ഈ പ്രോസസ്സിന്റെ ആദ്യഘട്ടത്തിൽ അന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം ഈ ലിസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരെയും ഫോർമലായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം നിങ്ങൾ ഈ പട്ടികയിൽ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യം, ആരും അതിൽ നിന്ന് എക്സിറ്റ് ആവാൻ പുറത്തു പോവുകയോ ചെയ്തില്ല. എല്ലാവരും വളരെ താല്പര്യപൂർവ്വമായിരുന്നു പ്രതികരണങ്ങൾ. നമ്മളത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഇതൊരു മത്സരമല്ല, ഇതിൻ്റെ ഒരു സ്പിരിറ്റ് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ആരും പുറകോട്ട് പോയില്ല. 100 ലിസ്റ്റ് തന്നെയാണ് അതേപടി ഫോളോ ചെയ്യായിരുന്നു. നമ്മുടെ സൈറ്റിലുള്ള യൂണീക്ക് വിസിറ്റേഴ്സ് 1,71,835. 1,71,835 യൂണീക്ക് വിസിറ്റേഴ്സ്. ടോട്ടൽ വിസിറ്റേഴ്സ് ഏതാണ്ട് 3,31,355. 3,31,000. അത് പോയ വർഷങ്ങളെക്കാട്ടിലും വളരെ കൂടുതലാണ്, കുറച്ചുകൂടി പോസിറ്റീവാണ്. അതാണ് ഒരു 18-20% ഓവറോൾ ഗ്രോത്ത് ഇതിലുണ്ട്. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയയുടെ സ്വാധീനമുണ്ട്. പിന്നെ ഒരുപക്ഷെ വ്യക്തികൾ മാത്രമല്ല, വ്യക്തികളും മുന്നേറ്റങ്ങളും സംരംഭങ്ങളും എന്നുള്ള ഒരു മിക്സും കൂടെ ആയതുകൊണ്ട് കൂടുതൽ ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതെ. പിന്നെ നമ്മൾ മാത്രമല്ല, ഇന്നത്തെ പട്ടികയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആൽഫബറ്റിക് ഓർഡറിലായിരുന്നു, ഇപ്പോൾ അത് ആൽഫബറ്റിക് ഓർഡർ അല്ല. അപ്പൊ അതൊരു കാരണം നമ്മൾ 50-ൽ നിന്ന് പിന്നോട്ട് 1 വരെയാണ് വോട്ടുകളുടെ മാർജിൻ. എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസം, കാര്യമായ വ്യത്യാസം വോട്ടുകൾ തമ്മിൽ ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? ഇതിന്റെ ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത്, അതായത് ഏറ്റവും 50 പട്ടികയിൽ 50-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് 632, ഏറ്റവും 1-ാം സ്ഥാനത്ത് നിൽക്കുന്നയാൾക്ക് 3,751. അപ്പൊ ഒരു പടിപടിയായിട്ടുള്ള ക്രമാനുഗതമായ ഒരു ഇത് ഉണ്ടെന്നല്ലാതെ വലിയ ഗ്യാപ്പ് അന്തരമില്ല. അടുത്തടുത്തുള്ളവർ തമ്മിൽ വലിയ ഗ്യാപ്പില്ല, ഇല്ല. അതും വളരെ അശാവകമായ ഒരു നല്ല മത്സരമാണ്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമാവും നല്ല മത്സരം. ഇത് മാത്രമല്ല, പ്രേക്ഷകർ ഒരുപക്ഷെ ന്യൂ ഏജ് ഐക്കൻ്റെ വെബ്സൈറ്റ് നോക്കിയിട്ടുള്ളവർക്കറിയാം, ഓരോ ദിവസവും എന്നല്ല, ആദ്യം തുടക്കത്തിൽ ഓരോ ദിവസവും വരുന്ന മാറ്റങ്ങൾക്കപ്പുറം ഈ ഇന്ന് അവസാന നിമിഷം നമ്മൾ വോട്ടിങ്ങിൻ്റെ സമയപരിധി തീർന്ന സമയത്തായപ്പോഴേക്കും അനുനിമിഷം എന്ന് പറയുന്നത് പോലെ മാറി മറിയുന്ന പൊസിഷനുകൾ ഒരുപക്ഷെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. നിരന്തരം മാറി മറിയുന്നുണ്ടായിരുന്നു. അപ്പം ആളുകളുടെ ആവേശം ഒട്ടും ചോരാതെ അവർ വളരെയധികം അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നുവെന്നും നമ്മൾ കാണേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ആദ്യ 10-ലേക്ക് കടക്കാമെന്ന് തോന്നുന്നു, അല്ലേ? 41 മുതൽ 50 വരെയുള്ള ആദ്യ 10. ശരിക്കും 50 മുതൽ 41. അതെ, 50-ൽ നിന്ന് തിരിച്ച് 41 വരെ എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ശരി. അപ്പോൾ ആ ഒരു ക്രമം ഒരുപക്ഷെ വരുന്നത് 41 മുതൽ 50 വരെയുള്ളവർ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്. അങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും അവസാന 10-ൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് മോണിറ്ററിൽ നോക്കാം. രാജഗിരി വിദ്യാപീഠം
Benjamin, VK Matthews, Chittilapalli Squire, Brilliant Pala, Kerala Vyapari Vyavasayi Ekopana Samiti, Sailam, Avirbhav S, Agape Diagnostics, Lexia IIC, ഇത് വീണ്ടും വളരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്ത് നിന്ന് രാമോഹൻജി നോക്കിക്കഴിഞ്ഞാൽ രാജഗിരി വിദ്യാപീഠ് മുതൽ ലക്ഷ്യ വരെയുള്ള 10 പേരാണ്. അതിൽ രാജഗിരി വിദ്യാപീഠുണ്ട്, ബെന്യാമിൻ, VK മാത്യൂസ്, ചിറ്റിലപ്പള്ളി സ്ക്വയർ, ബ്രില്യൻറ്റ് പാല, പിന്നെ നമ്മളുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി, സൈലം, ആവിർഭാവ് അവിടെ വന്നിട്ടുണ്ട്, അഗാപ്പെ ഡയഗ്നോസ്റ്റിക്സ് വന്നിട്ടുണ്ട്, ലക്ഷ്യം വന്നിട്ടുണ്ട്. ആവിർഭവിൽ നിന്ന് തുടങ്ങുന്നുണ്ടാവും. അതെ അതെ, ആവിർഭാവ് വീണ്ടും തുടക്കത്തിൽ അല്പം താഴെ ആയിരുന്നെങ്കിലും അവസാന നിമിഷമായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആവിർഭവിന്റെ ആരാധകർ വളരെ താല്പര്യപൂർവ്വം തന്നെ ആ കൊച്ചുമിടുക്കനെ മുന്നോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് വിചാരിക്കണം. യഥാർത്ഥത്തിൽ അതാണ് ഇവിടുത്തെ ഇതിന്റെ ഭംഗിയും. അതെ, തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് നിങ്ങളെ വോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. ആവിർഭവ് ഇപ്പോഴും ഒരു താരമായി നിലനിൽക്കുന്നു. അതെ, ആവിർഭവ് താരമായിട്ട് നിലനിൽക്കുന്നു. 4 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതെ, രാജഗിരി വന്നിട്ടുണ്ട്, ബ്രില്യന്റ് വന്നു, ലക്ഷ്യ, സൈലം. 2 സ്റ്റാർട്ടപ്സ് ആണ്, സൈലവും ലക്ഷ്യയും. ബ്രില്യന്റും മറ്റൊരു തരത്തിൽ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്വഭാവമാണ്. രാജഗിരി വർഷങ്ങളായിട്ട് പ്രധാനമാണ്. 10 4 എഡ്യൂക്കേഷൻ രംഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. ബെന്യാമിൻ ഇതിൽ നമ്മുടെ ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നതിൽ ലിറ്ററേച്ചറിൽ നിന്നുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ്. തവണ ആടുജീവിതമൊക്കെ ആ ഒരു രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്മളത് സംസാരിച്ചിരുന്നു കഴിഞ്ഞ തവണ. VK മാത്യൂസ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇത്രയും സപ്പോർട്ട് മലയാളികൾ വളരെ സാഹൂതം നോക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകത വെച്ചാൽ IBSന്റെ ചെയർമാൻ എന്നുള്ളത് ഇപ്രാവശ്യം അദ്ദേഹം ഒരു കേരളത്തിന്റെ ഒരു പൊതുരംഗത്ത് KSIDCയുടെ ഡയറക്ടർ ആകുന്നു. മറ്റു പല മേഖലയിൽ ജിടെക്കിന്റെ ചെയർമാൻ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം രാമോഹൻ സാർ സൂചിപ്പിച്ച പോലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഒറ്റയ്ക്ക് വോട്ട് ചെയ്താൽ ഈ ലിസ്റ്റിൽ മറ്റാരും വരില്ല. എനിക്ക് തോന്നുന്നു അവരുടെ പൂർണ്ണമായ കാര്യത്തിൽ ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല തോന്നുന്നു. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതെ അതെ, അടുത്ത റൗണ്ടുകളിലേക്ക് ഒരു പക്ഷെ അവർ കരുതി വെച്ചിരിക്കുകയായിരിക്കും. മാനുഫാക്ചറിംഗ് എന്നുള്ള അഗാപ്പ് ഇന്റർനാഷണൽ പട്ടികയിൽ വന്നിട്ടുണ്ട്. ആദ്യപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതെ, അവസാന 10 41 മുതൽ 50 വരെയുള്ള പട്ടികയിൽ അഗാപ്പെ വന്നിട്ടുണ്ട്. പിന്നെ ചിറ്റിലപ്പള്ളി സ്ക്വയർ എന്തായാലും വരിക എന്നുള്ളതൊരു ജനകീയമായൊരു സംഗതിയാണ്. അപ്പം മലയാളിയുടെ മാറുന്ന എന്റർടൈൻമെന്റ് സങ്കല്പങ്ങളെ അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. ഒരു വെൽനസ് എന്റർടൈൻമെന്റ് എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആയിട്ടുള്ള വ്യത്യസ്തമായി എന്ത് കൊടുത്താലും മലയാളി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതിന്റെ ഒരു പ്രത്യേകത. ഇതിപ്പോ ഈ അവസാന 10 നമ്മൾ കാണുമ്പോൾ തുടക്കത്തിലേക്ക് പോകുമ്പോൾ ഇത് ഒരു വളരെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേ ട്രെൻഡ് തന്നെയാണോ മുന്നോട്ടും വരിക എന്ന് നമുക്കറിയില്ല. ഒരു മേഖല എഡ്യൂക്കേഷൻ ഒരല്പം പ്രൊമിനൻസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ. കാരണം 4 മത്സരാർത്ഥികൾ എഡ്യൂക്കേഷൻ രംഗത്ത് നിന്നാണ്. വളരെ ആദ്യം മുതലുള്ളതും ഇപ്പോൾ റീസെന്റ് ആയിട്ട് വന്നതും ഉൾപ്പെടെ ഉള്ള ഒരു മിക്സ്. ഇതൊരു 600 to 800 വോട്ട്സിന്റെ ഒരു ഇതിലാണ് ഈ ഒരു 10 ഒരു ആവറേജ്. ഓക്കെ, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ഉള്ളതുകൊണ്ട് അത് അവരെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കൗണ്ടാണ്. അതെ 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 അതെ. അപ്പോൾ നമുക്കെന്നാ ഈ ഒരു ഇതിൽ നിന്ന് ഇതിന്റെ മറ്റെന്തെങ്കിലും ഇതിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് രാമോഹൻ സാർ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇതിൽ? അടുത്ത ഭാഗത്തെ കുറിച്ച് എനിക്ക് പേടി. ഇത് കഴിഞ്ഞ് മുന്നോട്ട് എങ്ങനെ 4 എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണം പറഞ്ഞ 4 പേര് ഉണ്ടാവുക. മാത്യു സാർ ഉണ്ടാവുക, ബെന്യാമിൻ, ആവിർഭാവ്. അപ്പൊ ഇവിടുന്ന് നോക്കിയാൽ ഒന്നും ഒഴിവാക്കാനില്ല. 25ലേക്ക് പോകുമ്പോൾ ഈ മത്സരം എങ്ങനെയായിരിക്കും എന്നുള്ളത് അത് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള 1 വരെയുള്ളവരെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നിൽ പോയവരുടെ ലിസ്റ്റ് നമ്മളിവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒരുപക്ഷെ കാണിച്ചാൽ ഒരിക്കലും പിന്നിൽ പോകരുതായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരുപാട് പേര് ഇതിലേക്ക് 50-ന് താഴെ. ഇത് പലപ്പോഴും മുൻഘട്ടങ്ങളിലും ഇതിന് മുൻ സീസണുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരിക്കൽ 50 പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ പലരും നമ്മളെ വിളിക്കും.
സമയം കഴിഞ്ഞു പോയോ, ആ സമയം കഴിഞ്ഞത് അപ്പോഴാണ് പലർക്കും ഞങ്ങൾ പുറകിൽ പോകേണ്ടവരല്ലായിരുന്നു എന്ന തോന്നൽ പോലും തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ ഇത്തവണയും അത്തരം കോളുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, പുറകിൽ പോയത് കൊണ്ടല്ല, ഇവര് മുന്നിൽ കയറിയതുകൊണ്ട്. അതെ. അപ്പോൾ ആ ഒരു ചെറിയ കുറ്റബോധമോ ഞങ്ങൾ കുറച്ചുകൂടെ നോക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതാണ് അതിനകത്ത് എന്തായാലും കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അടുത്തത്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിലുള്ള 10 പേർ എന്ന് പറയുന്നത് 41 മുതൽ 50 വരെ. റമോൻ സാർ പറഞ്ഞ പോലെയാണെങ്കിൽ 50 മുതൽ പിന്നോട്ട് 41 വരെയുള്ളവർ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു സ്ഥാനം എന്നുള്ളതിനെക്കാട്ടിലും വളരെ മാർജിനലായ വോട്ട് വ്യത്യാസങ്ങളാണ് ഓരോ പൊസിഷനിലുള്ളവർ തമ്മിൽ. അപ്പോഴെന്തായാലും അടുത്ത ഘട്ടത്തിലാണ് കൃത്യമായൊരു പിക്ചർ കിട്ടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത 10ലേക്ക് 31 മുതൽ 40 വരെയുള്ളവരിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത 10, അതായത് 40-ൽ നിന്ന് പിന്നോട്ട് 31 വരെയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് കാണാം. കിഫ, സിയാൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, സുഷിൻ ശ്യാം, അസറ്റ് ഹോംസ്, ആവേശം, കൊല്ലങ്കോട്, KSRTC ജംഗിൾ സഫാരി, മൈജി, ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി, അത് കാർഷിക മേഖലയിൽ നിന്ന് കിഫ മുതൽ ഗ്രാൻഡ് ഹയാത്ത് വരെയുള്ളവരാണ് 31 മുതൽ 40 വരെയുള്ള പട്ടികയിൽ വന്നിരിക്കുന്നത്. കിഫയുണ്ട്, സിയാൽ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, 2 സംരംഭങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 2 പേർ ഒരുമിച്ച് വന്നിരിക്കുന്നു, അടുത്തടുത്ത് വന്നിരിക്കുന്നു. സുഷിൻ ശ്യാം, മലയാളി മനസ്സിൻ്റെ സംഗീതത്തിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ്റെ ഒരു സെൻസേഷനായ സുഷിനുണ്ട് അവിടെ. അസറ്റ് ഹോംസ് ഉണ്ട്. ആവേശം, വീണ്ടും സുഷിനും ആവേശവും ഒക്കെ അടുത്തടുത്ത് വരുന്നു. കൊല്ലങ്കോട്, അല്ല, യഥാർത്ഥ ആവേശം കൊല്ലങ്കോടാണ്. അതെ, കൊല്ലങ്കോട് പിടിച്ചു നിന്നു എന്നുള്ളതൊരു അതിശയകരമായ സംഗതിയാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ പിറകിൽ വർക്ക് ചെയ്യുന്ന നാട്ടുകാരോ അവിടെ പോയിട്ടുള്ളവരോ അത് അനുഭവിച്ചിട്ടുള്ളവരൊക്കെ ന്യായമായും തീർച്ചയായും ഒരുപക്ഷെ അവിടെ പോയി റീൽസ് എടുത്തിട്ടുള്ള ആളുകൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റാണ്. കൊല്ലങ്കോട് കയറി വരുന്നത് അങ്ങനെ ഒരു ടേക്കേഴ്സ് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റാർ 100 പ്രഖ്യാപിക്കുമ്പോൾ ഞാനൊരു ചെറിയ സന്ദേഹം പ്രകടിപ്പിച്ചിരുന്നു, എങ്ങനെ കൊല്ലങ്കോട് മുന്നോട്ട് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ചിന്തകൾ അസ്ഥാനത്താണ്. കാരണം 31-നും 40-നും ഇടയ്ക്കാണ്. കുത്തമ്പള്ളി ഇതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത നോക്കുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ ടൂറിസത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും പാലക്കാട് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആണെന്നൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടാവും. അതും പാലക്കാടിലെ ഒരു പ്രത്യേക ഭാഗം ഇതുപോലെ വരിക എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമപ്രദേശം. ആ ഒരു ഗ്രാമപ്രദേശം പ്രത്യേകിച്ച് ഒരു ബ്രാക്കറ്റോ ലേബലോ ഇല്ലാതെ സുന്ദരമായൊരു ഗ്രാമപ്രദേശം എന്ന നിലയിൽ മുന്നോട്ട് വരിക എന്നുള്ളത്, അതും ബ്രാൻഡുകളെ കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിന് വരിക എന്ന് പറയുന്നത് ഒരു അതിശയകരമായ സംഗതിയാണ്. പിന്നെ വലിയ സംഗതി ജംഗിൾ സഫാരി അത് പ്രേക്ഷക മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ അത്രയും സ്ഥാനം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. മലയാളികൾ ഒരിക്കലും അങ്ങനെ യാത്രാപ്രിയരാണെന്നൊന്നും പേര് കേട്ടവരല്ല, ബംഗാളികളെ പോലെയൊക്കെ. പക്ഷേ മലയാളി യഥാർത്ഥത്തിൽ യാത്രാപ്രിയനാണ് എന്ന കാര്യം കണ്ടെത്തിയതാണ്. അവരെ യാത്ര ചെയ്യിപ്പിച്ചതും ഇവരാണ്. അത് വലിയൊരു സാമൂഹികമായ ഒരു മാറ്റം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ആളുകൾ യാത്ര സമീപകാലത്ത്. അതാണ് അതിന്റെ ഒരു ശ്രദ്ധേയമായ 2 പ്രൊഡക്ട്സ് ടൂറിസത്തിൽ നിന്ന് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ മൈജിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ പറയാത്ത ആളുകൾ, വിശദമായി പറയാത്ത കിഫ. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മലയാളികൾ വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ ഒരു വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ അവരുടെ ഉണ്ട്. കാരണം മലയോര മേഖലയിൽ അത്രയും വലിയൊരു പ്രതിസന്ധിനെ ആളുകൾ നേരിട്ടിരുന്നു. വന്യജീവികളുടെ ശല്യം അതിനെ അതിശക്തമായി പ്രതിരോധിച്ച സംഘടനയാണ്. കാരണം കർഷകർ ചില സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ, കാരണം മുമ്പില്ലാത്ത വിധത്തിൽ അവരുടെ വിളകൾക്ക് കാട്ടുപന്നിയോ കുരങ്ങോ മയിലോ ഒക്കെ വരുന്ന 2 സംഘടനകൾ, നേരത്തെ നമ്മൾ പറഞ്ഞ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും
കിഫയിൽ. വ്യാപാര സമിതിയുടെ ഒരു കാര്യം വെച്ചാൽ ഏറ്റവും വലിയ സംഘടന എന്നുള്ളതിനാൽ അതിനേക്കാൾ വ്യാപാരികളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന സംഘടന, നിൽക്കുന്ന സംഘടന. അപ്പോൾ പ്രതികരിക്കുന്നവരോട് ജനങ്ങൾക്കുള്ള ഒരു പ്രതിപത്തി അവിടെ കാണുന്നുണ്ടെന്ന്. കിഫയില് അവർ റിട്ടാലിയേറ്റ് ചെയ്തത് വളരെ നൈസർഗികമായിട്ടായിരുന്നു. ഇതിങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ കൊന്നൊടുക്കുകയോ ഒന്നും ആയിരുന്നില്ല. കൂടുവെച്ച് പിടിക്കുകയും കടലിൽ തിരിച്ചു പിടിക്കുകയും ഒക്കെ ചെയ്യാവുന്ന, അതുപോലെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഇലക്ട്രിക്കൽ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വരുത്തുന്ന ഫെൻസിങ് വെച്ച് ആനി അതിനെ മറികടന്നിരുന്ന പല സമയങ്ങളിലും. എങ്കിൽ പോലും വളരെ വളരെ ക്രിയാത്മകമായ രീതിയിൽ അവർ ഒരു പരിധിവരെ നിയമ വഴിയിൽ എങ്ങനെ നേരിടാമെന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊരു മുന്നേറ്റം തന്നെ. സിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം രാംമോഹൻ സാർ പറഞ്ഞിരുന്നു, ലോഗോ അതൊരു മനോഹരമായ ലോഗോ മാത്രമല്ല അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നും ഒഴിച്ചു നിർത്താനാവാത്ത തരത്തിൽ സിയാൽ ഒന്നിലും ഒരു അത്ഭുതം ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡും സമാനമായ രീതിയിൽ തന്നെ കഴിഞ്ഞ വർഷം കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർപ്പറേറ്റ് ലോകത്ത് വിമാനവാഹിനി കപ്പൽ നിർമ്മാണത്തിന് വീണ്ടും 19,000 കോടി രൂപയുടെ വർക്കാണ് അവിടെ വരുന്നത്. അത് കേരളത്തെ മാറ്റിമറിക്കാൻ തക്ക രീതിയിലുള്ളതാണ്. ജനങ്ങൾ ഇതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, അവർ നോക്കുന്നുണ്ട്. വീണ്ടും പുതിയ ഓർഡറുകൾ കിട്ടുന്നു എന്നുള്ളതും ആളുകൾ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ എത്ര പേര് അറിയുന്നുണ്ട്? ആവേശത്തിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നു മറ്റേ കൊച്ചിൻ ഷിപ്പ്യാർഡ്, അതുപോലെ സുശീൽ ചാമ്പി, ഇവരൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ. അതിനൊപ്പം തന്നെ ആളുകൾ ഇതിന് പരിഗണന കൊടുക്കുന്നു. വോട്ട് എത്രയും ആകട്ടെ അവർ ഒരുമിച്ച് അതിനെ പരിഗണിക്കുന്നു എന്നുള്ളതൊരു അടുത്തടുത്ത് ഇത് രണ്ടും വന്നു എന്നുള്ളതും മറ്റൊരു ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ബഹളങ്ങളിൽ അപ്പുറത്തും ആളുകൾ കാര്യങ്ങൾ അറിയുകയും ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിയാലിനെയും കൊച്ചിൻ ഷിപ്പ്യാർഡിനെയും പരിഗണിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത അസറ്റിനെ പരിഗണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഒരു പൊതുമേഖലയിലുള്ള വലിയ സ്ഥാപനങ്ങളും ആയിരിക്കുമ്പോൾ തന്നെ അസറ്റിനെ പോലെ വേറൊരു രംഗത്ത്, കൺസ്ട്രക്ഷൻ രംഗത്ത് അന്നും രാംമോഹൻ സാർ അസറ്റിന്റെ സാന്നിധ്യത്തെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് നടപ്പാക്കിയവരാണ് അവർ. അസറ്റ് പാളിപ്പോവാവുന്ന ഒരു മേഖലയിൽ വളരെ ഉന്നതമായ വിജയം നേടിയവർ എന്ന നിലയിൽ അഭിനന്ദനാർഹമാണ് അവരുടെ വളർച്ച. വന്നിട്ടുണ്ട്. കുറച്ച് അത്ഭുതത്തോടുകൂടി കണ്ടത് ഗ്രാൻഡ് ഹയാത്ത്. മൈജി വന്നതിൽ നമുക്ക് അത്ര, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു മൈജി വെരി പോപ്പുലർ ആണ്. മാത്രമല്ല ഗാഡ്ജറ്റ് ആണ്, മൊബൈലാണ്, അത് ചെറുപ്പക്കാർക്കൊക്കെ വളരെ പോപ്പുലർ ആണ്. പരസ്യങ്ങളിലൂടെയും വളരെയധികം ആ ബ്രാൻഡ് വിസിബിൾ ആണ്. തൊട്ടടുത്ത് ഗ്രാൻഡ് ഹയാത്ത് അവിടെ അത് കുറച്ചൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വെച്ചാൽ കേരളത്തിലൊരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഡെസ്റ്റിനേഷനാക്കി കേരളത്തിൽ മാറ്റി എന്നുള്ളത് കഴിഞ്ഞ തവണ നിങ്ങൾ പറയുമ്പോൾ ഞാനത് അവിടെയും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയത്തിന് സെബിനാം രാമോഹൻ സാറുമായിരുന്നു മറുപടി തന്നത്. ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു സാധ്യതകൾ. അതെ, പക്ഷെ അവർ ഇവിടം വരെ എത്തുന്നു എന്നുള്ളതും ജനകീയമാകുന്നു എന്നുള്ളത് വളരെ കൗതുകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററും അവരുടേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്റർ ടോട്ടൽ ഫെസിലിറ്റി ഗ്രാൻഡ് ഹയാത്ത്. അത് മനോഹരമായ ഒരു ഭാഗത്ത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പിന്നെ ആവേശവും സുശീലും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കാരണം തീർച്ചയായിട്ടും ഈ വർഷത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്റേഴ്സിൽ ഒന്നാണ്. സിനിമയാണ് വന്നിട്ട് കുറെ കാലമായി, പക്ഷെ ഇപ്പോഴും അതിന്റെ ആവേശം കെട്ടടങ്ങിയിട്ടില്ല. ചില കുട്ടികളൊക്കെ ഇപ്പോഴും ആവേശത്തിലെ പാട്ടിന്റെ പുറകെയും ആവേശത്തിലെ സീനുകളും അവരുടെ ഹീറോയായി മാറുന്ന ഡയലോഗുകൾ വീണ്ടും വീണ്ടും മലയാളി പറയുന്നു. ഒരു കാലഘട്ടത്തിൽ പല സിനിമയിലും ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നിന്നുപോയ ഒരു ട്രെൻഡ് എന്നുള്ളത് സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തനിമ നിലനിർത്തുന്ന വീണ്ടും ഒരു 10, 31 മുതൽ 40 വരെ എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടതിൽ നിന്ന് മനസ്സിലാവും വളരെ മിക്സഡ് ആയിട്ടുള്ള, കാരണം 100% ജനകീയമായ വോട്ടിങ്ങിലൂടെ വരുമ്പോഴുണ്ടാകുന്ന ഒരു വ്യത്യാസം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് എന്താണ് സംഭവിക്കുന്നത്. അതെ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് 31 മുതൽ 50 വരെയുള്ളവരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ 50-ൽ നിന്ന് 31 വരെയുള്ള ലിസ്റ്റ് ഏതൊക്കെയാണ് നമ്മളുടെ സൂപ്പർ 50-ൽ എത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സമയത്ത് നമുക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. റേറ്റ് കുറച്ച് കൂടുതലാണല്ലോ. സീസൺ അല്ലേ, നമുക്ക് നോക്കാം. 1 ലക്ഷം ഒരു തരം, 1 ലക്ഷം 2 തരം. പക്ഷെ കയ്യിൽ 1 ലക്ഷമല്ലേ ഉള്ളൂ. 1.20. ഇതിപ്പോ സെറ്റിൽ ചെയ്യണ്ടേ? വേറെ ഫണ്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വരും. നമ്മുടെ ഗോൾഡ് DBFS-ലില്ലേ, എപ്പോ വേണമെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഫണ്ട് കിട്ടും. Instant credit and payment options, lowest rate of interest, highest loan amount and much more.
DBFS Gold Loan. നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും DBFS. വെൽക്കം ബാക്ക്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് 31 മുതൽ 40 വരെയുള്ള 10 പേരെയാണ് കണ്ടത്, അല്ലെങ്കിൽ 10 എൻട്രികളാണ് കണ്ടത്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് 21 മുതൽ 30 വരെയുള്ള ലിസ്റ്റിൽ ആരൊക്കെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. ഹഷ്മി താജ് ഇബ്രാഹിം, സുരേഷ് ഗോപി, ഫ്ലവേഴ്സ് TV 24 ന്യൂസ്, ധ്യാൻ ശ്രീനിവാസൻ, ജോർജ് കുര്യൻ, ഡാപ്സി, അമൃത വിശ്വവിദ്യാപീഠം, ആസ്റ്റർ DM ഹെൽത്ത് കെയർ, നിഖില വിമൽ, ചിദംബരം S പൊതുവാൾ, വ്യക്തികൾ കൂടുതൽ വന്ന ഒരു ലിസ്റ്റാണെന്ന് തോന്നുന്നു. ഇത്രയും നേരം ഏറ്റവും രസം ഹഷ്മി താജ് ഇബ്രാഹിം ഫ്ലവേഴ്സ് TV ഒരുമിച്ച് ഒരേ 21 മുതൽ 30 വരെയുള്ള ലിസ്റ്റ് വന്നു എന്നുള്ളതാണ്. ഹഷ്മി താജ് ഇബ്രാഹിം ഒരല്പം മുൻപിൽ അത് വരുന്നു ഫ്ലവേഴ്സിനേക്കാൾ. അതെ, നേരിയ വ്യത്യാസത്തില്. സുരേഷ് ഗോപി നമ്മൾ നേരത്തെ പറഞ്ഞു. സുരേഷ് ഗോപി പേര് 2 കേന്ദ്ര മന്ത്രിമാര് ഒരേ ലിസ്റ്റിൽ അടുത്തടുത്ത് വന്നു. വീണ്ടും ധ്യാനും നിഖില വിമലും, അത് രസകരമായ ഒരു കാര്യമാണ്. ഡബ്സിയും വരുന്നു. ഞാൻ പറഞ്ഞത് നടീനടന്മാർ എന്നുള്ളതിൽ ഉണ്ട്. സോഷ്യൽ മീഡിയ താരങ്ങൾ കൂടിയാണ്. ഡബ്സി പുതിയ ട്രെൻഡാണ് തീർച്ചയായിട്ടും. ആൻഡ് സിനിമ എന്നുള്ള മേഖലയിൽ നിന്ന് തന്നെ ചിദംബരം വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ പൊളിറ്റിക്സും സിനിമയും എന്നുള്ളതിൽ ഇവിടെ 5 പേർ കലാരംഗത്ത് നിന്ന് വളരെ പ്രകടമായിട്ട്, സുരേഷ് ഗോപി ഉൾപ്പെടെ. പൊളിറ്റിക്സിൽ നിന്ന് 2 പേർ, മീഡിയ 2, ആ കൂട്ടത്തിൽ തന്നെ ഹെൽത്ത് കെയറിൽ 1, വിദ്യാഭ്യാസം 1. അപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപിയുടെ താടി വടിച്ച് ചിത്രം കൊടുക്കാമായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും അടുത്ത ട്രെൻഡ് സെറ്റർ ആവുന്നത് പുള്ളി താടിയോട് കൂടി ആയിക്കോട്ടെ. ഈ ഒരു താടി ആയിരുന്നല്ലോ അദ്ദേഹത്തെ ട്രെൻഡ് സെറ്റർ ആക്കുന്നതിൽ ഒരു പങ്ക് ആ താടിക്കും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ താടി പഠിച്ചത് വേറെ പുതിയൊരു ട്രെൻഡിന് തുടക്കമായി എന്നുള്ളത് മാത്രം. അത് നമ്മൾ അടുത്ത തലങ്ങളിലേക്ക്, അടുത്ത ലെവലിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഫോട്ടോ മാറ്റുന്ന കാര്യം. അല്ല, അടുത്ത ലെവലിലേക്ക് പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല വ്യക്തിപരമായിട്ട്. ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ ഇതൊരു അതിശയകരമായ സംഗതി അദ്ദേഹം കയറി വന്നു. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഹാഷ്മിയുടെ വരവ് വ്യക്തിപരമായി ഞാനും ഇത്രയും അദ്ദേഹം ഒരുപക്ഷെ 50 ഉണ്ടാകാം എന്നുള്ളതിനല്ലാതെ 21-നും 30-നും ഇടയ്ക്ക് അദ്ദേഹം എത്തുമെന്ന് എൻ്റെ പ്രതീക്ഷയിലില്ലായിരുന്നു. ഒരുപക്ഷെ ഫ്ലവേഴ്സ് TV-യെക്കാട്ടിലും മുന്നിൽ ഹാഷ്മി വോട്ടിങ്ങിൽ എത്തുന്നു എന്നുള്ളത്, സൂപ്പർ 50-ൽ എത്തുക എന്നുള്ളത് തന്നെ അത്ഭുതമാണ്. റിപ്പോർട്ടർ TV ആദ്യത്തെ 100-ന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നു. റിപ്പോർട്ടർ TV ഇതുവരെ പട്ടികയിലേക്ക് വന്നിട്ടില്ല. ഇനി വരുമോ നമ്മൾ നോക്കേണ്ടി വരും. അതാണ്. പക്ഷെ ഇവർ 2 പേരും വന്നിരിക്കുന്നു, 2 മീഡിയ. ധ്യാൻ ആൻഡ് നിഖില, ഇവര് 2 പേരും പരസ്പര പൂരകങ്ങൾ എന്ന് പറഞ്ഞ പോലെ വരുന്ന ഒരു രസകരം. കാരണം ധ്യാൻ തഗ് ആയിട്ടുള്ള മറുപടികളും ഇന്റർവ്യൂകളും കൊണ്ട് ശ്രദ്ധേയമാകുമ്പോൾ അതേ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആളാണ് നിഖില വിമൽ. കാരണം തഗ് ഇത് രണ്ടും ആ ഒരു ആളുകൾ 2 വാക്കുകൾ എന്താ പറയുക, ഇപ്പോൾ ഓൾഡ് ജനറേഷനെ തന്തവൈബെന്ന് പറയുകയും ന്യൂ ജനറേഷന്റെ തഗ് എന്ന് പറയുന്ന ചില ടെർമിനോളജികളുടെ ഒരു ഉപയോഗം, അതിൽ ശ്രദ്ധേയമായ 2 പേർ. നിശബ്ദനായിരിക്കുന്ന ചിദംബരം അവിടെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ പ്രേക്ഷക മനസ്സിലേക്ക് അത്രയും ധ്യാനയും പോലെ തന്നെ ആളുകൾ ചിദംബരത്തെയും തിരിച്ചറിയുന്നു. ജാനമൻ മുതൽ അല്ലെങ്കിൽ നമ്മളുടെ മഞ്ഞുമ്മൽ ബോയ്സ് വളരെ ശ്രദ്ധേയമായ കാര്യം. ഡബ്സി വേറൊന്നും പറയാനില്ല, ഒരു തരംഗമാണ്. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞത്, രാമോഹൻജി ഓർക്കുന്നുണ്ടെങ്കിൽ, ജോർജ് കുര്യൻ നിശബ്ദമായി വന്ന്
ഒരു മന്ത്രി സ്ഥാനത്തെത്തുന്നു, ജനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതൊരു കാര്യം. അപ്പൊ ജനങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഈ ഒരു കോമാളി വേഷങ്ങളും ആവശ്യമില്ല, നിശബ്ദനായി ഇരുന്നിട്ടും പറ്റും എന്നുള്ളതാണ്. അപ്പൊ മലയാളി ബേസിക്കലി വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അതിന് ഒരു ഷോയും ആവശ്യമില്ല. നിങ്ങളായിരുന്നാൽ അതെ, ആളുകൾ ശ്രദ്ധിക്കും, മലയാളികൾ ശ്രദ്ധിക്കുന്നുണ്ട്. അത് നിസ്സാരമായൊരു കണ്ടുപിടുത്തമല്ല. തീർച്ചയായും ഇല്ലേ, ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തെല്ലാമാണ് നമ്മൾ നടക്കുക, ഇല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുക. ഇവിടുന്ന് മാറി നിൽക്കുന്നതും എല്ലാം അതും ഒരു നല്ലൊരു വഴിയാണെന്നുള്ളത് തീർച്ചയായിട്ടും. ഇനി ഫ്ലവേഴ്സ് TV ആസ്റ്റർ DM ഹെൽത്ത് കെയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ വരുന്നു എന്നുള്ളത് ശ്രദ്ധയാണ്. 21 മുതൽ 30 വരെ അമൃതയും 2 സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അമൃത വിശ്വവിദ്യാപീഠം കുറച്ചു മുമ്പ് നമ്മൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങുമ്പോൾ 41 മുതൽ 50 വരെ ഉള്ളതിൽ നമ്മൾ രാജഗിരി കണ്ടിരുന്നു. അവിടുന്ന് കുറെ കൂടി മുന്നോട്ടാണ്. അമൃത മുന്നിലാണ്, കുറച്ചുകൂടി മുന്നിലാണ്. ആസ്റ്റർ തീർച്ചയായിട്ടും ഹെൽത്ത് കെയറിൽ വളരെ മറ്റൊരു സ്ഥാപനം ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. ഇനി വല്ലതും ഉണ്ടോ? ഒരു നെറ്റ്വർക്ക് ആയിട്ട് ഒരുപാട് ഒരുപാട് മെഡിസിൻ എത്തിച്ചു കൊടുക്കുന്നതാണെങ്കിലും ലാബോറട്ടറി ഒക്കെ ആയിട്ടൊക്കെ ജനങ്ങളിലേക്ക് വളരെ അടുത്ത് ചെന്നു. അവർ എവിടെയോ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ മാത്രമല്ല, ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് വരെയുള്ള കാര്യങ്ങൾ. ആസ്റ്ററിന്റെ തുടക്കം മുതലുള്ള ഒരു അപ്രോച്ചും അങ്ങനെയായിരുന്നു. അവർ ഈ ആശുപത്രികളുടെ പരസ്യ രീതികളെ തന്നെ അവർ മാറ്റിമറിച്ചു. മനുഷ്യനെ അടുപ്പിക്കുന്ന, പേടിപ്പിക്കാത്ത പരസ്യങ്ങൾ കൊണ്ടാണ് അവർ തുടങ്ങിയത്. ശ്രദ്ധേയമായ ടെൻത്ത് ഇയറും കൂടിയാണ്. 10th ഇയർ 10 വർഷം പൂർത്തിയാവുന്നവര്. 10 വർഷം കൊണ്ട് ജനമനസ്സിലേക്ക് ഇത്ര എത്തിച്ചേരാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫ്ലവേഴ്സ് TV തീർച്ചയായിട്ടും 24 ന്യൂസ് വളരെ സമഗ്രമായ മുന്നേറ്റം ആ കാര്യത്തിൽ. അപ്പോൾ വീണ്ടും ഇതിൽ വ്യക്തികളാണ് കൂടുതലെന്നുള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ കഴിഞ്ഞ 20കളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. 31 മുതൽ 50 വരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ 21 മുതൽ 30 വരെയുള്ള ലിസ്റ്റാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ 11 മുതൽ 20 വരെയുള്ള ലിസ്റ്റിലേക്ക് വളരെ എന്ത് സർപ്രൈസ് ആണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് നേടിയ ആളുകളാണ് നമ്മൾ പോകുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും മാറ്റം വന്നത് ഇതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും കൂടുതൽ മറിഞ്ഞ നമ്മൾ ഇനി കാണാൻ പോകുന്ന 2 പട്ടികയാണ്. കാരണം ഇന്ന് ഈ അവസാന നിമിഷം വരെ തുടർച്ചയായിട്ടുള്ള ആദ്യത്തെ 10ലേക്ക് കയറി, പല പ്രാവശ്യം കയറി, പിന്നെ 20ലേക്ക് ഇറങ്ങി. ഒരു കയറ്റിറക്കങ്ങൾ നന്നായി കണ്ട, ഒരു രസകരമായിട്ടുള്ള കയറ്റിറക്കങ്ങൾ കണ്ട. ഒരു പക്ഷേ നമ്മളുടെ കൗണ്ട് ഡൗൺ ടൈമർ അവസാനിക്കുന്ന സമയം വരെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരുന്നതിൽ ആ എൻഡ് മൊമെന്റിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ തെളിവാണ് ഇനി വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത 10ലേക്ക് പോകാം. ദിവ്യ S. അയ്യർ, V. Roots, Huddle Global, Radio Mango Vellarikapattanam, KR Bijimon, Aju Jacob, Big Boss, Asha Shobana, Mamita Baiju, Anna Ben, പതിനൊന്ന് മുതൽ 20 വരെയുള്ളവർ. വീണ്ടും വ്യക്തികളായി നമുക്ക് 6 പേര് ഇവിടെ ഉണ്ട്. ദിവ്യ S. അയ്യർ, ബിജിമോൻ, അജു ജേക്കബ്, ആശ ശോഭന, നമിത ബൈജു ആൻഡ് അന്നബൻ വ്യക്തികൾ. അതോടൊപ്പം ബിഗ് ബോസ് ഷോയും നമ്മളുടെ ഹഡിൽ ഗ്ലോബലും റേഡിയോ മാംഗോ വെള്ളരിക്കാപട്ടണവും V. റൂട്ട്സും. അപ്പോൾ സംരംഭങ്ങൾ, മുന്നേറ്റങ്ങൾ, വ്യക്തികൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മിക്സ് ആണ്. ഇതില് ദിവ്യ S. അയ്യർ ആദ്യത്തെ 10 കുറെ ദിവസങ്ങളോടെ നിന്നിരുന്നു. 8-9 സ്ഥാനങ്ങളിൽ നിന്നിരുന്നു. എന്നിട്ടാണ് ഒന്ന് പടി താഴേക്ക് ഇറങ്ങിയത്. അവരും ആദ്യത്തെ 10 കുറെ അധികം നേരം നിന്നിരുന്നു. അപ്പൊ അതെല്ലാം ഇങ്ങനെ മാറി മറിയുന്ന ലിസ്റ്റിന്റെ ഭാഗമാണ് ഇവരൊക്കെ.
അജു ജേക്കബ് ആദ്യ സ്ഥാനങ്ങളിൽ ആദ്യ ദിവസം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴൊന്ന് താഴേക്ക് ഇറങ്ങിയത് 20 പോയി. എനിക്ക് തോന്നുന്നു ആദ്യ ദിവസങ്ങളിൽ അവസാനം ഉണ്ടായിരുന്ന വെള്ളരിക്കാപട്ടണം വെള്ളരിക്ക പെട്ടെന്ന് കുതിച്ചു കയറി വളരെ പെട്ടെന്ന് കുതിച്ചു കയറി. ന്യായമായ കാര്യമാണ്. അതെ, ആളുകൾ വെള്ളരിക്കാപട്ടണത്തിന്റെ ശ്രോതാക്കൾ അല്ലെങ്കിൽ പ്രേക്ഷകർ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു എന്ന് തന്നെ കാണാം. അന്ന ബെൻ ആദ്യ ദിവസങ്ങളിൽ 1ാം സ്ഥാനക്കാരിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ 3 ദിവസങ്ങളിൽ 1ാം സ്ഥാനത്ത് നിന്നിരുന്ന ആളാണ്. ഒന്ന് താഴേക്ക് ഇറങ്ങി, പിന്നീട് ഒന്ന് താഴേക്ക് വന്നു. മമിത താഴെ നിന്ന് മുകളിലേക്കാണ് വന്നത്. മമിത തിരിച്ചാണ്. ആശ ഏതാണ്ട് ഒരു സ്റ്റെബിലിറ്റി ക്രിക്കറ്റിലെ പോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. കായിക കേരളം വളരെ സൂക്ഷ്മതയോടെ ഏറ്റവും ഒരു നെറ്റ്വർക്കിന്റെ ബലത്തിലായിരിക്കണം രണ്ടുപേരുടെ കാര്യത്തിൽ. അത് അവർ 20-നും 11-നും ഇടയിൽ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് മുത്തൂറ്റ് ഫിനാൻസിന്റെ KR ബിജിമോനും സിന്തൈറ്റ് ഇൻഡസ്ട്രീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അജു ജേക്കബ്. ഒരു സ്വാഭാവികമായിട്ട് ഒരു പൊതു രംഗത്തുനിന്നുള്ളതിനേക്കാൾ അവർക്ക് അവരുടേതായിട്ടുള്ള നെറ്റ്വർക്ക് തന്നെ പ്രബലമാണ് എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട്. അതിനേക്കാൾ ഉപരി തന്നെ ഇത് പൊതുവിൽ ഒരു കണ്ടുപിടുത്തം തന്നെയായിരിക്കണം. അല്ലാതെ അവരായിട്ടത് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ആവണമെന്നില്ല. അല്ല, ഈ ലിസ്റ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ആളുകൾ ഇവർ ആര് നമ്മളന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സ്റ്റാർ 100 പട്ടികയിൽ നമ്മൾ അവരെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം ഇവരാണോ ഇപ്പോൾ പലപ്പോഴും ഇത്തരം ആളുകൾ കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് ജനകീയമാകുന്നത് അവർ പൊതു മേഖലയിൽ അങ്ങനെ കാണപ്പെടുന്ന ആളുകളല്ലല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന ആയിരിക്കാം. രണ്ടുകൊണ്ടായിരിക്കാം. കേരളത്തിലെ സിന്തൈറ്റ് അത്ര വലിയ പോപ്പുലർ ആയ ഒരു സ്ഥാപനമൊന്നും ആയിരുന്നില്ല. ജനങ്ങളുമായിട്ട് അങ്ങനെ സംവദിക്കുന്ന ഒരു കോർപ്പറേറ്റ് ആയിരുന്നില്ല. പക്ഷേ അല്ലാതെയുള്ള ഒരുപാട് ഇടപെടലുകളിലൂടെയാണ് ഇദ്ദേഹമൊക്കെ പോപ്പുലർ. തീർച്ചയായിട്ടും അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടിലല്ല, ഇദ്ദേഹം സിന്തൈറ്റിന്റെ ആളെന്ന നിലയിലാണ് അത് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് വ്യക്തിപരമായ നിലയിൽ അദ്ദേഹം പോകുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ KR ബിജിമോന്റെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കണം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനൊരു സ്വീകാര്യത കിട്ടുന്നു. ഇവർ 3 പേര് മമിതയും അന്നയും ഇതില് മമിത ബൈജുവിനും അന്ന ബെന്നിനും ഒക്കെ ഒപ്പം ബിഗ് ബോസിനും ഒക്കെ ഒപ്പം ഇവർ വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു തുലാസിൽ എടുക്കി നോക്കുമ്പോ ഇവരുടെ ഒപ്പം ബോസും അജു ജേക്കബും തമ്മിലുള്ള കമ്പാരിസൺ വെച്ച് നോക്കൂ, ഒരുപോലെ നിൽക്കണമെങ്കിൽ. അപ്പോ ജനങ്ങൾ അത് ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. പല സന്ദർഭങ്ങളിലും അജു ജേക്കബ് ആദ്യ സ്ഥാനത്തേക്കായിരുന്നു. ആദ്യ 10-ലൊക്കെ വന്നിരുന്നു. വിറൂട്ട്സും അതുപോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ വന്നു. അവര് ഈ സ്ഥാനങ്ങളിൽ ആദ്യ 10-ലും ഇടയ്ക്ക് നിന്നിരുന്നു. പിന്നെ പക്ഷേ ഏറെക്കുറെ ഒരു 7-നും 15-നും ഇടയ്ക്ക് അവര് ഉണ്ടായിരുന്നു. ദിവ്യ ഇതുപോലെ തന്നെ സ്റ്റഡി ആയിട്ട് വലിയ കാര്യമായ വ്യത്യാസം വന്നിട്ടില്ല. അതിൽ ഒരുപക്ഷെ ഹഡിൽ ഗ്ലോബലും ഇതുപോലെ തന്നെ. ഹഡിൽ ഗ്ലോബലും റേഡിയോ മാംഗോയുമാണ്. ഇവിടെ എന്റർടൈൻമെന്റ് മാത്രമല്ല, ബുദ്ധിയുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട് ആ ഭാഗത്ത്. പൊതുവായി കാണുന്നതിനേക്കാൾ സമഗ്രമായ വിലയിരുത്തി തന്നെയാണ് ആളുകൾ സമീപിക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതെ, ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ലിസ്റ്റിന് ശേഷം നമുക്കൊരു ഇടവേള കൂടി ആവശ്യമാണെന്ന് തോന്നുന്നു. കാരണം അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെ. ഇപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത് 11 മുതൽ 50 വരെ, അല്ലെങ്കിൽ 50-ൽ നിന്ന് 11 വരെയുള്ള മത്സരാർത്ഥികളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. കാരണം എല്ലാവരുടെയും ആകാംക്ഷ ആദ്യ 10-ൽ ആരാണ് ഇടം പിടിച്ചിരിക്കുന്നതെന്ന് അറിയാനായിരിക്കും. കുറേ പേരുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അവസാന ഘട്ടത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും പ്രേക്ഷകർ കാത്തിരിക്കൂ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വളരെ പെട്ടെന്ന് തിരിച്ചു വരുന്നതായിരിക്കും. റേറ്റ് കുറച്ച് കൂടുതലാണല്ലോ. സീസൺ അല്ലേ, നമുക്ക് നോക്കാം. 1 ലക്ഷം ഒരു തരം, 1 ലക്ഷം 2 തരം. പക്ഷെ കയ്യിൽ 1 ലക്ഷമല്ലേ ഉള്ളൂ. 1.20. ഇതിപ്പോ സെറ്റിൽ ചെയ്യണ്ടേ? വേറെ ഫണ്ടൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വരും. നമ്മുടെ ഗോൾഡ് DBFS-ലില്ലേ? എപ്പോ വേണമെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഫണ്ട് കിട്ടും. Instant credit and payment options, lowest rate of interest, highest loan amount and much more. DBFS Gold Loan, നമ്മുടെ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കും DBFS. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. DBFS ട്രെൻഡ് സെറ്റേഴ്സ് 2024-ന്റെ സൂപ്പർ 50 റൗണ്ടിൽ, അതായത് 100 പേരുടെ ലിസ്റ്റിൽ നിന്ന് 50 പേരിലേക്ക് എത്തുന്നതിൽ 40 പേരെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രേക്ഷകരെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. ആദ്യ 10-ൽ സൂപ്പർ 50-ൽ ആദ്യ 10-ൽ ഇടം പിടിച്ചിരിക്കുന്നവർ ആരൊക്കെ, അല്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, മുന്നേറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യ 10-ലേക്ക് ഹന്ന മുത്തൂറ്റ്, ജിലു മാരിയറ്റ് തോമസ്, RCP Hospitality, Father Jijo Kurian, ULCC,
Santa Monica. Mandagini, Gen Robotics, Kerala Industries Department, Shafi Parambil, വാവ്. വീണ്ടും ഒരു മിക്സാണ് ഇത്തവണ 6 വ്യക്തികളും അതിനോടൊപ്പം ഇഞ്ചോടിഞ്ച് പോരാടുന്ന മുന്നേറ്റങ്ങളും. ഈ ഒരു ഇതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തന്നെ പറയാം. കാരണം ഇതിൽ പലരും ആദ്യ സ്ഥാനത്തേക്ക് വരുന്നു, രണ്ടാമതേക്ക് ഇറങ്ങുന്നു, മൂന്നാമതേക്ക് കയറുന്നു. ദീർഘനേരം RCP ഹോസ്പിറ്റാലിറ്റി മുന്നിലുണ്ടായിരുന്നു. കുറെ അധിക സമയം USCC ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ടേഴ്സ് കോപ്പറേറ്റീവ് മുന്നിലുണ്ടായിരുന്നു. സാന്റാ മോണിക്ക ദീർഘനേരം മുന്നിൽ നിന്നു, ഏറ്റവും ആദ്യം മുതൽ മുന്നിലുണ്ടായിരുന്നു. ഇടയ്ക്ക് മന്ദാകിനി മുന്നിൽ കയറി. മന്ദാകിനി അതിനകത്ത് രസകരമായ ഒരു കാര്യം, ആദ്യം തന്നെ ആദ്യ 10-ൽ ഏതാണ്ട് അവർ എത്തിയിരുന്നു എന്നുള്ളതാണ്. മലയാളികൾക്ക് ഇത്രമേൽ മന്ദാകിനിയെ ജനം പെട്ടെന്ന് കയ്യിൽ തോളിലേറ്റി അല്ലെങ്കിൽ ശിരസിലേറ്റി എന്ന് പറയേണ്ടി വരും. പേര് പോലെ മന്ദാകിനി ആയിരുന്നില്ല, വളരെ വേഗാകിനിയായിരുന്നു. ഇതൊരു വളരെ ആലോചിച്ചുള്ള, അതായത് നമ്മള് തലച്ചോറിലേറ്റുകയാണോ നെഞ്ചിലേറ്റുകയാണോ ചെയ്തതെന്നറിയില്ല, എന്തായാലും അവരവിടെ ഉണ്ട്. പി രാജീവും കേരള ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റും വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ സ്ഥാനങ്ങൾ 6, 7 ആ ഒരു രീതിയിൽ തുടർച്ചയായിട്ട് നിൽക്കുന്നു. ഷാഫി പറമ്പി ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ കുറച്ച് അതെ, ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഷാഫി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഒരുക്കത്തിലും ഇന്നിപ്പോ ഫലപ്രഖ്യാപന വേളയിലും ഏറെ ശ്രദ്ധേയമായ നാമം. അപ്പൊ ഷാഫി അവിടെ ഉണ്ടായിരുന്നു. ഹന്ന മുത്തൂറ്റ് തുടക്കത്തിൽ കുറച്ച് താഴെയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഹന്ന മുത്തൂറ്റ് തുടക്കത്തിൽ താഴെയായിരുന്നു, പിന്നീട് വളരെ പെട്ടെന്ന് ആദ്യത്തെ 20-ലെത്തി, പിന്നീട് ആദ്യത്തെ 10-ലേക്ക് എത്തി. അവരിപ്പോ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവസാന ബെല്ലടിക്കുമ്പോൾ അവർ 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു സൂപ്പർ 50-ൽ എന്നുള്ളതാണ്. ജിലു മാരിയൻ തോമസ് ദീർഘനേരം 1-ാം സ്ഥാനത്ത്, ഏതാണ്ട് ആദ്യ 10 തുടർച്ചയായിട്ട് പിന്തുണ കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ഫാദർ ജിജോ കുര്യൻ കുറച്ച് സമയങ്ങളിൽ നമ്പർ 1-ൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു വളരെ പെട്ടെന്നുള്ള കുതിച്ചുകയറ്റമായിരുന്നു. അത് ഓർഡറിലൊരു 4 സ്റ്റെപ്പ് പെട്ടെന്ന് ജിജോ, പക്ഷെ ഇപ്പോഴും ഏതാണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്തിയ ശേഷം പിന്നീട് അദ്ദേഹം അവിടെ തന്നെ തുടരുകയും. RCP ഹോസ്പിറ്റാലിറ്റിയും എനിക്ക് തോന്നുന്നു ജെൻ റോബോട്ടിക്സ് ഒരു 2-ാമത്തെ ദിവസം മുതൽ ആദ്യ സ്ഥാനങ്ങളിൽ നിൽക്കുന്നതാണ് ജെൻ റോബോട്ടിക്സ്. ഊരാളുങ്കൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആദ്യം മുതൽ തന്നെ ഒരു 15-നുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് അവർ ആദ്യ സ്ഥാനത്തേക്ക് അധികം സമയം അവർ 1-ാം സ്ഥാനത്തുണ്ടായിരുന്നു. 1-2 സ്ഥാനങ്ങളിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം റാമോഹൻജി കണ്ടതുപോലെ ജനങ്ങൾ സൂക്ഷ്മതയോടെ നോക്കുന്ന സമകാലിക സംഭവങ്ങളും അവർക്ക് അടിസ്ഥാനപരമായ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളും ഇതിനകത്ത് വളരെ വിസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ക്രോസ് സെക്ഷനാണ്. അതെ, ക്രോസ് സെക്ഷനാണ്. ഇവിടെ വ്യക്തികൾ മാത്രമല്ല, സ്ഥാപനങ്ങളും മൂവ്മെന്റ്സും എല്ലാം ഇവിടെ വരുന്നുണ്ടല്ലോ. ഉണ്ട്. രാഷ്ട്രീയം മുതൽ സംരംഭം വരെ. അതുപോലെ അതിനകത്ത് തന്നെ കണ്ടല്ലേ, മന്ദാകിനി പോലെ ഒന്ന് വളരെ രസകരമായി അവിടെ വന്നു എന്നുള്ളതാണ്. അത് മലയാളികളുടെ പ്രതീക്ഷയും കൂടെ ആയിരിക്കും ഒരു പക്ഷേ. എന്ന് വരും. അല്ല, ഒട്ടും മോശമൊന്നുമല്ല അത്. അല്ല, അതാണ് മലയാളികൾ തമാശയോട് പറയുമെങ്കിലും ഒട്ടും മോശമല്ലാത്ത ഒരു കാര്യമാണ്. എത്ര പേർക്ക് അറിയാമായിരുന്നു എന്ന് ചിന്തിച്ചു ആദ്യം. ഒരുപാട് പേർക്ക് അറിയാമെന്നുള്ളത് ഇപ്പൊ തിരിച്ചറിയാം. അതുപോലെ മന്ത്രിസഭയായാലും നമ്മളുടെ മുന്നേറ്റമായാലും കേരളത്തിന്റെ സമഗ്ര വികസനത്തെ ആളുകൾ നോക്കിക്കാണുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിരിക്കും. ഒക്കെ വളരെ അത്ഭുതകരമായ ഇവരൊക്കെ വളരെ മുന്നിലേക്ക് കയറി വരേണ്ടതാണ്. ജെൻ റോബോട്ടിക്സിന്റെ കോണ്ടെക്സ്റ്റിലായിട്ടുള്ള കഴിഞ്ഞ ആഴ്ച തൊട്ട് അടുത്ത ദിവസം പുറത്തിറക്കിയ ഫോബ്സിന്റെ 100 പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്സ് പട്ടികയിൽ പുതിയ 2 കമ്പനികൾ വന്നു. അത് 2 കേരളത്തിൽ നിന്നുണ്ട്. കഴിഞ്ഞ വർഷം വന്നതിൽ ആ പട്ടികയിൽ വന്നത് ജെൻ റോബോട്ടിക്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയും ആണ്. കാരണം പ്രത്യേകിച്ച് അവരുടെ മേഖല റോബോട്ടിക്സ് എന്നുള്ള ഒരു മേഖല അത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ റോമൻ ഈ ഒരു എൻട്രി അല്ലെങ്കിൽ അവരുടെ ഒരു കുതിപ്പ് വളരെ പുതിയ മുഖം ആളുകൾ കാണുന്നു. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ചില കോർപ്പറേറ്റ് വോട്ടിംഗ് പാറ്റേൺ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അത് വരും ഘട്ടങ്ങളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തു തന്നെ ആയാലും വളരെ സമഗ്രമായ ഒരു മുന്നേറ്റം ഹന്ന നടത്തിയിട്ടുണ്ട്. പുതുതലമുറയിലെ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നു കേരള സമൂഹം എന്നുള്ളതും കൂടെ ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ RCP ഹോസ്പിറ്റാലിറ്റി ഷെഫ് പിള്ള
അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യവും ചേഞ്ച് മേക്കേഴ്സിൽ ആദ്യത്തെ പത്തിൽ ഉണ്ടായിരുന്നു. തന്നെ ഫൈനൽ 10 വന്നയാളാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിനോടുള്ള ഒരു അപ്രോച്ചും ജനങ്ങൾക്ക് ഉണ്ടാകും ഒരു പക്ഷേ. അത് ഇതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യത്തിൽ ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേ ഇനി ഇതിൽ നിന്ന് പകുതി ആളുകൾ പുറത്തു പോകണ്ടേ അടുത്ത ഘട്ടത്തിൽ? തീർച്ചയായിട്ടും. കാരണം സൂപ്പർ 50 നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ക്ലബ് 25 ആണ് അടുത്ത ഘട്ടം. പിന്നെ ഡയമണ്ട് 10 എന്നല്ലെങ്കിൽ ഹോൾ ഓഫ് ഫെയിം. ഈ 2 ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് അങ്ങ് ചുരുങ്ങുകയാണ്. 50 ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബ്രാൻഡുകളാണ് വന്നത്. ഇതിൽ നിന്ന് എങ്ങനെ അവർ എലിമിനേറ്റ് ചെയ്യും എന്നുള്ളത് അത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് നമുക്ക് ഒരു പ്രഡിക്ഷനും സാധ്യമല്ല, പ്രേക്ഷകർക്ക് മാത്രമേ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടിങ്ങിലൂടെ നിങ്ങൾ തിരഞ്ഞെടുത്ത 50 പേരെ, 100 പേരുടെ സ്റ്റാർ 100 പട്ടികയിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത സൂപ്പറായിട്ടുള്ള 50 പേരെ അല്ലെങ്കിൽ 50 സംരംഭങ്ങളും വ്യക്തികളും ഉൾപ്പെടുന്ന 50 മത്സരാർത്ഥികളെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇന്ന് ഈ ഒരു സൂപ്പർ 50 പ്രഖ്യാപനം കഴിയുന്ന വേളയിൽ ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്ന ഉടൻ തന്നെ നമ്മളുടെ വോട്ടിങ്ങിനുള്ള വിൻഡോ തുറക്കും. അടുത്ത 7 ദിവസം നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം, മുമ്പ് വോട്ട് ചെയ്തു, ആ വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഒരു വോട്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് ഈ 50-ൽ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക. അതിൽ ഏറ്റവും അധികം വോട്ട് നേടുന്ന 25 പേരുടെ ലിസ്റ്റുമായിട്ട് ക്ലബ് 25 ഘട്ടത്തിൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒരുപക്ഷെ അതിനിടയ്ക്ക് സമഗ്രമായ ചില വിശകലനങ്ങളും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ഇൻസൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിനിടയിൽ ചിലപ്പോൾ അവതരിപ്പിക്കപ്പെടും. അപ്പോൾ അതും കണ്ട് കൂടുതൽ വിശാലമായി ചിന്തിച്ച് തീർച്ചയായിട്ടും ഇതുവരെയുള്ളതിൽ മലയാളി പ്രേക്ഷകർ എത്രത്തോളം ആഴത്തിലും വൈവിധ്യപൂർണവുമായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ 50 എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ മത്സരം വളരെ കടുത്തതാണ്. കാരണം ആരെ ഒഴിവാക്കുമെന്നുള്ളത് ഇനി കൂടുതൽ കടുത്തതാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പോയിന്റ് ചിലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തവർക്ക് വീണ്ടും വോട്ട് ചെയ്യാൻ അവസരമുണ്ട്. അല്ല, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ്. അതാണ് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർ പോലും ആർക്കും വീണ്ടും ഒരു ഘട്ടത്തിൽ ഒരാൾക്ക് ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഒരു വോട്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം വരുമ്പോൾ വീണ്ടും ഇതുവരെ വോട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം ഓരോ ഘട്ടത്തിലും ഉണ്ട്. അപ്പോൾ സ്റ്റാർ 100-ൽ നിങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതിൽ മാറി നിൽക്കരുത്. സൂപ്പർ 50-ൽ വീണ്ടും നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ക്ലബ് 25-ലും. അപ്പോൾ 25 ഗാഡ്ജറ്റ് വെച്ച് വോട്ട് ചെയ്യേണ്ടി വരും. അത് അവരെന്തെല്ലാമാണ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് അവരുടെ ആലോചന പരിധിയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെ ഒഴിവാക്കാൻ പറ്റുക, അല്ലെങ്കിൽ അവർ 25 വോട്ടൊക്കെ ചിലപ്പോൾ പല രീതിയിൽ ചെയ്യേണ്ടി വരും. നമുക്കറിയില്ല. കാരണം ആരെ ഒഴിവാക്കും എന്നുള്ളത് വലിയൊരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം, പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ കൺസേൺ ഉള്ള കാര്യമായിരിക്കും. എന്തായാലും മത്സരം കൂടുതൽ കടുത്തതാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ തത്സമയമായിട്ടുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാൻ വീണ്ടും ന്യൂ ഏജ് ഐക്കൻ്റെ 2 വെബ്സൈറ്റുകൾ www.newagicon.com അതുപോലെ www.newagicon.in ഈ 2 വെബ്സൈറ്റിലും യഥാസമയം ഈ ഏറ്റക്കുറച്ചിലുകൾ, വോട്ടിംഗ് പാറ്റേൺ മാറുന്നതിനനുസരിച്ച് ആരൊക്കെ മുന്നിൽ വരുന്നു, പിന്നിലേക്ക് പോകുന്നു, എത്ര സമയം കൂടി വോട്ടിംഗ് ഉണ്ട്, ഇതെല്ലാം വളരെ ലൈവായി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം ലൈവ് ന്യൂ ഏജിൽ ന്യൂസ് ബുള്ളറ്റിനുകൾക്കൊപ്പം ഇതിൻ്റെ അപ്ഡേറ്റുകൾ ഉണ്ടാകും. ന്യൂ ഏജിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും അത് ലഭ്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടെ നിങ്ങളത് നോക്കിക്കാണുക. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വോട്ട് ചെയ്യുക. ആ വോട്ടിങ്ങിനനുസരിച്ചിട്ടുള്ള ഏറ്റവും മുന്നിലെത്തുന്ന 25 പേരുടെ ലിസ്റ്റുമായി 7 ദിവസങ്ങൾക്ക് ശേഷം, പ്രത്യേകം ആലോചിക്കുക, ഇതിനു മുമ്പ് 10 ദിവസമായിരുന്നു വോട്ടിങ്ങിനുള്ള സമയമെങ്കിൽ ഇനി മുന്നോട്ട് 7 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രഖ്യാപന പരിപാടി അവസാനിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തൂ. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന 25 പേരുമായി അടുത്ത ഘട്ടത്തിൽ 7 ദിവസങ്ങൾക്കപ്പുറം ക്ലബ് 25-ൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ചേരും. അതുവരെ കാത്തിരിക്കൂ. ഗുഡ് നൈറ്റ്.
let's make money work. Finvest Mentor Advisory Services from DBFS. Personalized wealth advisory services that understands your needs and helps you grow your investments. DBFS. Financial services fine-tuned. Investments in securities market are subject to market risks. Please read all the related documents carefully before investing.